Your pretty eyes make me smile and your little face make... മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെമൺ റൈസാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ലെമൺ റൈസാണിത്. നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ചോറ് തന്നെയാണിത്. അപ്പോൾ നമ്മൾക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിന് കുറച്ചൊരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. തലേ ദിവസത്തെ ചോറായാലും കുഴപ്പമില്ല. 2-3 പച്ചമുളക്, എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ അതിന് ലെമൺ വേണം. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. അത് നമുക്ക് പാചകം ചെയ്യുമ്പോൾ ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഉള്ളി, പച്ചമുളകെല്ലാം ഇഞ്ചിയെല്ലാം ഒന്ന് മുറിച്ചിട്ട് വരാം. അപ്പം നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. ഇതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമ്മൾ കുറച്ച് നിലക്കടല വറുത്തെടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നിലക്കടലയുടെ പാകമായിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ കടലയെല്ലാം കോരിയെടുത്ത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കുറച്ച് ജീരകം വെച്ച് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വലിയ ഉള്ളി, സവാള ചേർക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഇത് നമ്മൾക്ക് യാത്ര പോകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനൊക്കെ കൊടുത്തു വയ്ക്കാനൊക്കെ നല്ലൊരു ഡിഷാണ്. പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് വേഗം ചീത്തയാവുകയില്ല. ഇവിടെ ഉള്ളിയെല്ലാം അവിടെ വഴന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. സമയം തീരെ ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനോ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത്, ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ചൊരു കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാനോ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് ഇതിലേക്ക് ഇട്ടാൽ ആ ഉറവിൽ നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതി. കൂടുതൽ സമയമൊന്നും വയ്ക്കേണ്ട. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ തമ്മിലൊട്ടാത്ത ചോറ് വേണം. ഇനി നമ്മൾക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. സ്റ്റൗ ഓഫ് ചെയ്തു നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു പകുതി നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മല്ലിയില തേച്ച് ചേർക്കുക. പിന്നെ നമ്മൾ അവസാനമായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നിലക്കടല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ലെമൺ റൈസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇനി എല്ലാം കൂടി നല്ലോണം ഇളക്കി വയ്ക്കും. അപ്പോൾ നമ്മളുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഏത് ചോറ് വെച്ചും ഇത് ഉണ്ടാക്കാൻ കിട്ടും. ഞാൻ എടുത്തിരിക്കുന്നത് സോനാ മസൂരി അരിൻ്റെ ചോറാണ്. പുഴുക്കലരി വെച്ചും നമ്മൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓളെന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീട്ടിൽ എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.